മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ എക്സ്പോർട്ട് ക്വാളിറ്റി ഡീഹൈഡ്രേഷൻ സംവിധാനത്തോടുകൂടി വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്ന ഡ്രയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി മാനുവൽ നിർവഹിച്ചു. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, കപ്പ, ചക്ക എന്നിവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നതിനായാണ് 15 ലക്ഷം രൂപ ചെലവിൽ പദ്ധതി നടപ്പാക്കുന്നത്. 2020-25 കാലഘട്ടം ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കയറി അന്നു മുതൽ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുക എന്നുള്ളത്. പല പ്രാവശ്യം നമ്മൾ ബാങ്കുകളുമായിട്ട്, കുടുംബശ്രീ സഹോദരിമാരുമായിട്ട് ഒക്കെ ചർച്ചകളും പരിശീലനങ്ങളും ഒക്കെ നടത്തി. പക്ഷേ നമ്മുടെ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് സംരംഭങ്ങൾ വിജയിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എന്തു വന്നാലും നമ്മുടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വളരെ നെടുനായകത്വം നൽകിക്കൊണ്ട് ഇന്ന് ഈ പുതിയ സംരംഭം ഇവിടെ തുടക്കം കുറിക്കുമ്പോൾ കുടുംബശ്രീക്ക് ഏറ്റവും വലിയ അഭിമാന നിമിഷമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഏതാണ്ട് 10-12 ലക്ഷം രൂപയോളം മുടക്കിയാണ് ഇങ്ങനെ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. അത് ഏറ്റെടുക്കുവാൻ തൻ്റെ ഇടം കാട്ടിയ രേഷ്മ ഉൾപ്പെടെയുള്ള ടീമിനെയും അഭിനന്ദിക്കുകയാണ്. സാധാരണക്കാരായ കർഷകരിൽ നിന്നും കുടുംബശ്രീ സംഘകൃഷി യൂണിറ്റുകളിൽ നിന്നും ശേഖരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിക്കുന്നതാണ് ഈ സംരംഭത്തിന്റെ പ്രത്യേകത. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ രാജു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുളസിദാസ്, മെമ്പർമാരായ പ്രസീത സജീവ്, സന്തോഷ് എമ്മൻ, നിർമ്മല ദിവാകരൻ, സലിമോൾ ബെന്നി, ലിസി ജോയ്, ലിസി ജോർജ്, സാബു അഗസ്റ്റിൻ, ജോസഫ് എന്നിവരും മുൻ കൃഷി ഓഫീസർ ഡെന്നിസ് ജോസഫ്, കുടുംബശ്രീ ചെയർപേഴ്സൺ ഉഷ ഹരിദാസ്, വൈസ് ചെയർപേഴ്സൺ ബിൻസി ബിനീഷ്, കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ പ്രശാന്ത് ശിവൻ, കുടുംബശ്രീ അഗ്രി CRP രേഷ്മ ടി ബാബു, കുടുംബശ്രീ MEC ധന്യ റോബി എന്നിവർ സംസാരിച്ചു.